ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് ഗുരുവായൂരിലാണ്. ഗുരുവായൂരിലെ വൺ വേ സമ്പ്രദായം സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഗുരുവായൂരിൽ കഴിഞ്ഞ 1.5 മാസമായി വൺ വേ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വളരെ ദുരിതമാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നാണ് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള പല സംഘടനകളുടെ പ്രതിനിധികൾക്കും പറയാനുള്ളത്. ട്രാഫിക് പരിഷ്കാരം എന്ന പേരിൽ നടത്തിയിട്ടുള്ള വളരെ അപരിഷ്കൃതവും അപലപനീയവുമായ ഒരു നടപടിയെക്കുറിച്ചാണ് ഞങ്ങൾക്കൊക്കെ സംസാരിക്കാനുള്ളത്. തീർച്ചയായും നഗരസഭയുടെ കൗൺസിലിൽ നമ്മുടെ പ്രതിനിധികൾ വളരെ വ്യക്തമായും ശക്തമായും ആവശ്യപ്പെട്ടിട്ടും നഗരസഭ ഭരണാധികാരികൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല. നമുക്കറിയാം, ഭക്തജനങ്ങളുടെ തിരക്ക് കൊണ്ട് 2-4 ദിവസമായി ഗുരുവായൂർ വീർപ്പ് മുട്ടുകയാണ്. ജനങ്ങളെല്ലാം ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ടതുപോലെയാണ്. ട്രാഫിക് പരിഷ്കാരത്തിൻ്റെ പേരിൽ ഇവർ കാണിക്കുന്ന കെടുകാര്യസ്ഥതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഇവിടുത്തെ ജനങ്ങളും ഈ നാട്ടുകാരുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധ അഗ്നി കത്തിക്കാളുകയാണ്. എല്ലാ സംഘടനകളും എല്ലാ ജനങ്ങളും ഇതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ജനങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ദർശനത്തിനായി ഇവിടേക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇവരുടെ ട്രാഫിക് നിയന്ത്രണങ്ങൾ. ഏത് ഭാഗത്തും ഇവരുടെ സ്റ്റോപ്പ് ബോർഡും എവിടേക്ക് ചെന്നാലും ഇവർ തടയപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. വരുന്നവർ വണ്ടി എവിടെയെങ്കിലും ഇട്ട് പോകേണ്ട ഗതികേടിലാണ് ഭക്തജനങ്ങളുടെ ഒരു സ്ഥിതി. ഇത്തരം ഒരു ദുരവസ്ഥ ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് ഇവിടുത്തെ ഈ ഭരണാധികാരികളുടെ വളരെ മോശമായ, വളരെ നിരുത്തരവാദപരമായ തീരുമാനങ്ങളുടെ പരിണിതഫലമായിട്ടാണ്. തീർച്ചയായും അതിനെതിരെ വളരെ ബഹുജന രോഷം തന്നെ ഉയരേണ്ട ഒരു സന്ദർഭമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്നും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ പോണത്. രാത്രിയാണ് ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടിയാണ്. ബസ് കയറാൻ ഇവിടെ വരെ വരണം, മഞ്ഞളാലിൻ്റെ അത് വരെ വരണം. ബസ് സ്റ്റാൻഡിൽ നിന്ന് 30 രൂപ ചാർജ് കയറിയാൽ അത് എനിക്ക് പറ്റണില്ല. രാത്രി പോകുമ്പോഴും 11 മണി വരെ പോണത്. 12:30-1 മണിക്കാണ് ഞാൻ ഇവിടെ വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ പോണത്. അതുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല ഗുരുവായൂർ വരുന്ന എല്ലാ ഭക്തന്മാർക്കും നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ട്രാഫിക്കിലത്തെ ഈ കാര്യം എല്ലാവരും ഒരു തീരുമാനം എടുക്കണം. ഗുരുവായൂർ നിലവിലുള്ള ട്രാഫിക് സംവിധാനം ഇപ്പോൾ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. കാരണം വൺ വേ സിസ്റ്റം വന്നതിന് ശേഷമാണ് ഇവിടെ കൂടുതൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഒരുപോലുള്ളൊരു യാത്ര അനുവദിക്കുകയാണെന്നുവെച്ചെങ്കിൽ കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നത് ഗുരുവായൂർ ഇപ്പോൾ പുതുതായി നിർമ്മിച്ച കവാടത്തിൻ്റെ അവിടെയാണ് എല്ലാ വണ്ടികളും വന്ന് പാർക്കിംഗ് ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൺ വേ സിസ്റ്റം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷക്കാർക്കും എല്ലാവർക്കും തുല്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. ഓട്ടോറിക്ഷക്കാർ പോയിട്ട് അവിടെ ബ്ലോക്ക് ആക്കുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് U-ടേൺ സംവിധാനത്തിൽ ഒരു സിഗ്നൽ ബോർഡോ ഒന്നുമില്ല. പോലീസുകാർ നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് അതിനുള്ള അഭിപ്രായം പറഞ്ഞു കൊടുക്കാൻ, പെട്ടെന്ന് വണ്ടിയുടെ മുന്നിലേക്ക് ചാടുക അല്ലാതെ എന്നിട്ട് പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ ഇവിടെ U-ടേൺ അടിക്കരുതെന്നൊരു സിഗ്നൽ ബോർഡോ ഒന്നുമില്ല. അങ്ങനെയുള്ള സംവിധാനം ഓരോ ജംഗ്ഷനിലും വെക്കുകയാണെങ്കിൽ ഒരു കാര്യം ശരിയായിരിക്കും. അപ്പോൾ വന്ന വണ്ടികൾക്ക് അനായാസം എവിടേക്കെങ്കിലും വേണം പോകാൻ പറ്റും. ഇത് ലെഫ്റ്റിലേക്ക് തിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ലെഫ്റ്റിലേക്ക് തിരിയാൻ നോക്കുമ്പോൾ പോലീസുകാർ നിൽക്കണമെന്ന് അറിയില്ല, അവർ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു സിഗ്നൽ ബോർഡ് ഉണ്ടെങ്കിൽ സംവിധാനം ഉണ്ടെങ്കിൽ ആ വണ്ടികൾ ആ സിഗ്നൽ അനുസരിച്ച് അവർ നീങ്ങും. അപ്പോൾ കൂടുതൽ ബ്ലോക്ക് ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഈ വൺ വേ സംവിധാനം കൊണ്ട് ഉണ്ടാകുന്നത്? ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഞങ്ങൾ കിഴക്കാടക്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ തിരക്കുള്ള സമയത്തൊക്കെ ഒരുപാട് കറങ്ങിയിട്ട് വേണം ഈ കിഴക്കേ നടയിലേക്ക് എത്താൻ. ഞങ്ങൾക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാർ വരെ ഞങ്ങൾ ഒരുപാട് കറങ്ങിയിട്ടാണ് ഇവിടെ നമ്മളെ ടാക്സി പാർക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒന്നും കൂടിയും അതിന് വേണ്ട അധികാരികൾ വേണ്ടപ്പെട്ട രീതിയിൽ പുനഃപരിശോധിച്ചിട്ട് തീരുമാനം എടുക്കണം. ഇത് നമ്മളെയും കാട്ടി ഇവിടെ ഗുരുവായൂരുള്ള ജനങ്ങളെയും കാട്ടി ഉപരി പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അവർക്ക് ഇവിടുത്തെ വൺ വേ സിസ്റ്റം മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സിഗ്നൽ ബോർഡ് വയ്ക്കുക, തിരിയുന്നോടത്ത് ഇന്ന ഭാഗത്തോടെ തിരിയാൻ പാടില്ല എന്നുള്ളത് വെച്ചാൽ അത് വയ്ക്കുക. വയ്ക്കുമ്പോൾ വണ്ടികൾ അതിനനുസരിച്ച് പോയിക്കോളും. വൺ വേ സംവിധാനത്തോട് അനുകൂലിക്കാണോ? അതായത് വൺ വേ സംവിധാനം കുഴപ്പമില്ല എന്നാണോ പറയുന്നത്?
വൺ വേ സംവിധാനം ഇപ്പോൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് പുനഃപരിശോധിച്ചിട്ട് വാഹനങ്ങൾക്ക് അതിൻ്റേതായ യഥേഷ്ട ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഒന്നുകൂടി അധികൃതർ കൈക്കൊള്ളുമെന്നാണ് പറയണത്. അനായാസേന പോകാനുള്ള ഒരു ഇത്. പിന്നെ എല്ലാ വാഹനങ്ങൾക്കും വൺ വേ സംവിധാനം പ്രാബല്യത്തിൽ വരുത്തണം. ഇതിപ്പോൾ കുറേ വണ്ടികൾ പോകുന്നു, അതാണ് ഒരു ഇതിപ്പോൾ ഒരു വാഹനങ്ങൾക്ക് ഇപ്പോൾ 4 വീല് വാഹനം തന്നെയാണ് ഇപ്പോൾ ഈ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷയൊക്കെ. അതേപോലത്തെ ഞങ്ങളെ കാർ പോലത്തെ വണ്ടികളെ മറ്റു 4 വീലാണ്. അവരൊക്കെ ഇതിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ചെറുവണ്ടി ആയാലും വലിയ വണ്ടി ആയാലും വൺ വേ സിസ്റ്റം അവരും പാലിക്കണം. എല്ലാവർക്കും ബാധകമാവണം. അല്ലാതെ ഇത് അവർ ഇതിനിടയിൽ കൂടെ പോയിട്ട് അവിടെ കുത്തി തിരികെ അവിടെ ബ്ലോക്കാക്കി അവരാണ് കൂടുതൽ ബ്ലോക്ക് ആക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് അമ്പലനടക്കിൽ വരെ ബ്ലോക്കാകും നമ്മൾ ദിവസം കാണുന്ന ഒരു കാഴ്ചയാണത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുവായൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഗുരുവായൂരിൻ്റെ ടൗണിൽ നടപ്പിലാക്കിയ വൺ വേ സംവിധാനത്തിൽ വലിയ അശാസ്ത്രീയത ഉണ്ട്. ഇതിനെപ്പറ്റി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പലതവണ ഗുരുവായൂരിൻ്റെ ഈ വൺ വേ സംവിധാനത്തിൻ്റെ ആശങ്കകൾ പലതവണ നഗരസഭാ കൗൺസിലിൽ ചെയർമാൻ അടക്കമുള്ള ആളുകളുടെ മുന്നിൽ പലതവണ അറിയിച്ചിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയൊരു ഗുരുവായൂരിൻ്റെ ടൗൺ ഭാഗത്ത് വലിയൊരു ഗതാഗത കുരുക്കുണ്ടായി. ഇപ്പോൾ ഈ മാസം ചിങ്ങമാസം ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളും കല്യാണങ്ങളും നടക്കുന്ന മാസങ്ങളാണ്. പ്രത്യേകിച്ച് ഓണം സീസണാണ്. ഗുരുവായൂരിൽ നിരവധി ഭക്തജനങ്ങൾ വരുന്ന സീസണാണ്. അപ്പോൾ ഈ സമയത്ത് പോലും ഇത് അടുത്ത ദിവസം കഴിഞ്ഞ കൗൺസിലിൽ വരെ ഞങ്ങൾ ഇതിൻ്റെ ആശങ്ക പഠിപ്പിച്ചിരുന്നു. എന്നിട്ടും നഗരസഭാ അധികാരികളുടെ ഭാഗത്തു നിന്ന് അനങ്ങാപ്പാറ നയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഗുരുവായൂരിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ അവിടെ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി കൂടിയിരുന്നു. ആ കമ്മിറ്റി കൂടി ഒരു തീരുമാനങ്ങളായിട്ടാണ് വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയത്. ആ വൺ വേ സംവിധാനത്തിൽ അന്ന് പൊതുജനങ്ങളോടും പബ്ലിക്കിനോടും അതോടൊപ്പം തന്നെയുള്ള പത്രമാധ്യമങ്ങളോടൊക്കെ അറിയിപ്പ് കൊടുത്തിരുന്നത് ഗുരുവായൂർ വന്നിരുന്ന ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് പൊളിച്ച ആ ബസ് സ്റ്റാൻഡിലുള്ള ബസ്സുകൾ പടിഞ്ഞാട്ട് പോകുന്ന ബസ്സുകൾ പടിഞ്ഞാറ് നടയിൽ ഒരു ബസ് സ്റ്റാൻഡ് താൽക്കാലിക ക്രമീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡ് പണിതു. ആ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ഒരു ബസ് പോലും കയറാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞ ആ ബസ്സുകളാണ് മാറ്റണമെന്ന്. അപ്പോൾ ചെയർമാൻ പറഞ്ഞത് അത് മാറ്റി ഇപ്പോൾ നിലവിലുള്ള ബസ് സ്റ്റാൻഡിലുള്ള ബസ്സുകളൊക്കെ പ്രൈവറ്റ് അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അവർ തോന്നിയ പോലെ പാർക്ക് ചെയ്യുന്ന സംവിധാനമാണ്. അപ്പോൾ കിഴക്കാനിൽ പ്രത്യേകിച്ച് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോണത് വലിയൊരു തീർത്ഥാടന മാസമാണ്. ശബരിമല സീസൺ പറഞ്ഞാൽ ഗുരുവായൂരിലെ ജനപ്രവാഹങ്ങൾ ഒഴുകി വരുന്ന സമയമാണ്. തീർത്ഥാടകരും ഭക്തജനങ്ങളടക്കമുള്ള ആളുകൾ ഒഴുകി വരും, പബ്ലിക് അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൗൺസിലിൽ പറഞ്ഞു ഈ ബസ്സുകൾ പടിഞ്ഞാറ് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഒരു വാഹനം പോലും അവിടെ കയറ്റുന്നില്ല. അപ്പോൾ ചെയർമാൻ പറഞ്ഞത് അത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം മാറ്റിയെടുത്തു പറഞ്ഞു. ഇതിൽ ഞങ്ങൾക്ക് അത്യന്തം പ്രതിഷേധമുണ്ട്. നിരന്തര പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് ശക്തമായ പരിപാടിയുമായിട്ട് ഈ അശാസ്ത്രീയ വൺ വേക്കെതിരെ നഗരസഭയ്ക്കെതിരെ ശക്തമായ സമര പരിപാടിയിൽ മുന്നോട്ട് പോകുന്നു മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. അല്ല, ഇതിപ്പോൾ ഈ വൺ വേ സംവിധാനത്തിൽ പടിഞ്ഞാറ് നടയിലെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ കിഴക്കേ നടയിൽ ഇപ്പോൾ മഞ്ജുളാൽ പരിസരത്ത് വരുന്ന ഒരു കാറായിക്കോട്ടെ മറ്റു വാഹനങ്ങളായിക്കോട്ടെ, ഇതൊന്നും ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് വെറും 300 മീറ്ററുള്ള ക്ഷേത്ര നടയിലേക്ക്, ആ 300 മീറ്റർ ക്ഷേത്ര നടയിലേക്ക് ഉള്ളതിന് കടക്കുന്നതിന് പകരം ഒരു വളഞ്ഞു തിരിഞ്ഞു വരേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഈ സിറ്റുവേഷനെതിരെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയർമാൻ കൗൺസിലിൽ പറഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞത് ഗുരുവായൂർക്ക് വരുന്ന ഇരുചക്ര വാഹനങ്ങളും കാറടക്കമുള്ള വാഹനങ്ങളൊക്കെ നേരെ കയറ്റിവിടാന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ തോന്നിയ പോലെയാണ്. പോലീസിൻ്റെ ഒരു സംവിധാനം ഗുരുവായൂരിലില്ല. ഇവിടെ താൽക്കാലികമായിട്ട് 20 പോലീസിനെ നഗരസഭ തന്നെ ചെലവഴിച്ചിട്ടാണ് നടപ്പിലാക്കുന്നത്. അവർക്കൊരു വ്യക്തമായ തീരുമാനങ്ങളില്ല. പ്രത്യേകിച്ച് ഗുരുവായൂർ കിഴക്കനകലെ ബസ് സ്റ്റാൻഡുകളിലുള്ള ബസ്സുകൾ മൊത്തം പാർക്ക് ചെയ്യുന്നത് മഞ്ഞുളാൽ പരിസരത്താണ്. അവിടുത്തെ കുട്ടികളുടെ പാർക്കിനോട് ചേർന്നിട്ട് തോന്നിയ പോലെ പാർക്ക് ചെയ്ത് അവർക്ക് തോന്നിയ പോലെ സർവീസ് നടത്തണം. ഇത് പടിഞ്ഞാട്ട് പോണ ചാവക്കാടുക്ക് പോണ കുന്നോളം പോണ ബസ്സുകൾ പടിഞ്ഞാറ് നടയ്ക്ക് മാറ്റി കഴിഞ്ഞാൽ നിരവധി ബസ്സുകൾ ആ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടാൽ ഇതിൻ്റെ ഒരു വിധമുള്ള പരിധിയുള്ള ഗതാഗത കുരുക്ക് നമുക്ക് കഴിക്കാവുന്ന പ്രോബ്ലം ഉള്ളൂ. പക്ഷേ ഇതിനൊക്കെ അനങ്ങാപ്പാറ നയ ധിക്കാരപരമായിട്ട് മറുപടി ആയിട്ടാണ് നഗരസഭാ ചെയർമാൻ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഈ ഗുരുവായൂർ ഇപ്പോൾ വൺ വേ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഈ ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ മുച്ചക്ര വാഹനങ്ങൾക്കും യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല. അവർക്ക് ഏത് വിധേനയും പോവാം. അപ്പോൾ ഇവിടെ വരുന്ന ഈ അകലെന്നോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ഭക്തർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അവർ വരുന്ന 4 ചക്ര വാഹനത്തിലാണെങ്കിൽ അവർക്ക് കടക്കാൻ പറ്റില്ല, മറ്റു വാഹനങ്ങൾക്കൊക്കെ. ഈ വ്യത്യസ്തത എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെയുള്ള വാഹനങ്ങൾക്കൊക്കെ ഒരേ പ്രിവിലേജ് കൊടുക്കണം. കാരണം നമ്മൾ ഗുരുവായൂർക്ക് വരുന്ന ആളുകളെ മാറ്റി വേറെ വഴിക്കോട്ട് വിടുക, ഗുരുവായൂരുള്ള ആളുകളെ വഴിക്കോട്ട്, അത് ശരിയല്ല. വൺ വേ സംവിധാനം നടപ്പിലാക്കുമ്പോൾ പൊതുജനങ്ങൾക്കും പബ്ലിക്കിനും മൊത്തം ഗുരുവായൂരിലെ മുഴുവൻ ആളുകൾക്കും ഒരു ഒറ്റ തീരുമാനമായിട്ട് നഗരസഭ മുന്നോട്ട് പോകണം. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൊല്യൂഷൻ
ഇത് ഇന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ഇത് പ്രാവർത്തികമാക്കുന്നതിൽ വിരോധമില്ല, വൺ വേ വരുത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇതൊരു ക്രമീകരണം വരുത്തിയാൽ, അതുപോലെ തന്നെ പോലീസിൻ്റെ ശക്തമായ സാന്നിധ്യം നടത്തി കഴിഞ്ഞാൽ നമുക്കിത് പ്രാബല്യത്തിൽ വരുത്തുന്നതുകൊണ്ട് വിരോധമില്ല. നിരവധി തവണ ഞങ്ങൾ കൗൺസിലൊക്കെ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ഇത് ട്രാഫിക് റെഗുലേറ്ററി കൂടുന്നത് ആ കമ്മിറ്റി മാത്രമാണ്. ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പോലും നഗരസഭ കൗൺസിലർമാർ അറിയിക്കുന്നില്ല. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ള വേദി പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിൽ യോഗങ്ങളാണ്. നിരവധി കൗൺസിൽ യോഗങ്ങൾ പറയുമ്പോഴും ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് വലിയ അനങ്ങാപ്പാറ നയാണ്. ഇപ്പോൾ ഗുരുവായൂരിലെ ജനങ്ങളെ പബ്ലിക്കിനെ ദ്രോഹിക്കാനുള്ള നിലപാടുമായിട്ടാണ് ചെയർമാൻ മുന്നോട്ട് പോകുന്നത്. ഭക്തജനങ്ങളെയും കൊണ്ട് നിലമ്പൂരിൽ നിന്ന് ഗുരുവായൂർ വന്നതാണ്. ഇവിടെ വന്നാൽ എതിലെ വരണം എതിലെ പോകണം എന്നൊരു പിടുത്തമല്ല. 4-5 കിലോമീറ്റർ കറങ്ങിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ എതിലെ വന്നാലും നോ എൻട്രി ബോർഡാണ്. സാധാരണ ഗുരുവായൂരിൽ എത്താറുള്ളതാണോ, വരാറുണ്ടോ? അപ്പോൾ വരുമ്പോൾ എങ്ങനെയാണ് സൗകര്യങ്ങൾ? ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നതായിരുന്നു. ഇപ്പം ചുറ്റിക്കറങ്ങിയാണ് വരുന്നത്. എതിലെ വന്നാലും നോ എൻട്രി ബോർഡ്, അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് വന്നിട്ട് തടുത്തിട്ട് അതിലല്ല ഇതിലെന്ന് പറയാം. പിന്നെ 4-5 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞത്. എൻ്റെ പേര് മൂസ. അത് ഭക്തന്മാരെ കൊണ്ടുവന്നതാണ്. യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഗുരുവായൂരിലെ വൺ വേ സംവിധാനം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കച്ചവടക്കാരെയും വ്യാപാരികളെയും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഗുരുവായൂരിലെ വൺ വേ സംവിധാനം ഗുരുവായൂരിലെ വ്യാപാരികൾക്ക് മാത്രമല്ല, ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്ക്, ഗുരുവായൂർ നിവാസികൾക്ക്, രോഗികൾക്ക്, സമസ്ത മേഖലയിലും ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനായ മുനിസിപ്പൽ ചെയർമാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞങ്ങൾ ഈ കാര്യം ആവശ്യപ്പെട്ടതാണ്. ഇതിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ തന്നെ സ്ഥലം ടൗൺ ഹാളിന് കിഴക്ക് വശത്ത് ഏകദേശം ഒരു 40-50 ബസ്സുകൾ പാർക്ക് ചെയ്യാവുന്ന അത്ര സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. കുറച്ച് ലക്ഷങ്ങൾ ചിലവഴിച്ചാൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക്, കിഴക്കേ നടയിൽ എത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അവിടെ പാർക്കിംഗ് സംവിധാനം ഒരുക്കാൻ കഴിയും. ടൗൺ ഹാളിനകത്ത് കൂടെ തന്നെ അതിലേക്ക് റോഡ് സംവിധാനം ഉണ്ടാക്കുവാനും കഴിയും. പടിഞ്ഞാറേ ഭാഗത്തു കൂടി വരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പടിഞ്ഞാറേ മായ ബസ് സ്റ്റാൻഡ് ടൂറിസ്റ്റ് പാർക്കിംഗ് ഉപയോഗപ്പെടുത്താം. ഈ തരത്തിൽ സ്ഥലമുണ്ട്, അതിന് സംവിധാനം ഒരുക്കാമെന്നിരിക്കെ കഴിഞ്ഞ 2 മാസമായിട്ടും അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഏറ്റവും ഗതികെട്ട വിഷയം, വൺ വേ സംവിധാനം ഒരുക്കുമ്പോൾ ആ ടൗണിലെത്തുന്ന എല്ലാ വാഹനങ്ങൾക്കും ഒരേ പ്രിവിലേജ് നൽകുക എന്നൊരു മര്യാദയുണ്ട്. പക്ഷെ ഇവിടെ എത്തുന്ന, പുറമേ നിന്നെത്തുന്ന വാഹനങ്ങൾ ഒരു സ്കൂട്ടർ പോകുന്ന വഴിയിലൂടെ കാറിന് പോകാം എന്ന രീതിയിലാണ് എല്ലാവരുടെയും മനസ്സിൽ ചിന്ത വരിക. ഒരു ഓട്ടോറിക്ഷ പോകുന്ന വഴിയിലൂടെ ഒരു ചെറിയ കാറിന് പോകാം എന്ന ഒരു താല്പര്യം, ഒരു മനസ്സ് അവർക്കുണ്ടാവും, നമുക്കുണ്ടാവും വേറെ ടൗണിൽ പോയാൽ. പക്ഷേ ചില വാഹനങ്ങൾക്ക് മാത്രം ഈ സ്കൂട്ടർ, ഓട്ടോറിക്ഷ അനുവദിക്കുകയും ചെറിയ കാറുകൾക്ക് പോലും ഈ സംവിധാനം അനുവദിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് തീർത്ഥാടകർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ കഷ്ടമാണ്. അത് മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരാളുകൾ കിഴക്കേ നടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എത്ര ചുറ്റി വേണം അവർക്ക് റെയിൽവേ സ്റ്റേഷനിലെത്താൻ? തിരുവേങ്കടം ഭാഗത്തുനിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന ഒരു രോഗിയുടെ സ്ഥിതി അത് അതിനേക്കാൾ കഷ്ടമാണ്. പൊതുവെ ഇത്തരമുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ ഈ ബാഹുല്യം ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ തിരുത്താൻ കഴിയും. അതിനാണ് ഞങ്ങൾ ആദ്യം ഒരു സജഷൻ വെച്ചത്, കിഴക്കേ നടയിലെ മുനിസിപ്പൽ സ്ഥലവും പടിഞ്ഞാറ് നടയിലെ ദേവസ്വം സ്ഥലവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്രമീകരണം, ആ ക്രമീകരണം വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാനോട്, MLA യോട്, അങ്ങനെ വിവിധ തലത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്നലെ ഗുരുവായൂരിൽ മിനിഞ്ഞാന്ന് 200 വിവാഹങ്ങളായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഉച്ചവരെ ഗുരുവായൂർ സ്തംഭിച്ച സ്ഥിതിയിലാണ്. ഗുരുവായൂരിലെ വൺ വേ സംവിധാനത്തെക്കുറിച്ച് പറയാനേറെയുണ്ട്. നാട്ടുകാർക്കും പലതും പറയാനുണ്ട്. നമുക്ക് നാട്ടുകാരനായ മിസ്റ്റർ ബാലകൃഷ്ണനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഗുരുവായൂരിൻ്റെ ഇന്നത്തെ ഈ വൺ വേ സംവിധാനം വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ലോകത്തെ ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക്, സാധാരണക്കാരനും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ജനങ്ങൾക്കും വളരെ ദുരിതത്തിലായിക്കൊണ്ടിരിക്കണം ഒരു സംവിധാനമാണ് ഇവിടെ സംവിധാനം ചെയ്തു വെച്ചേക്കണം. അതുമാത്രമല്ല, ഇവിടെ ദിനം പ്രതി വന്നു പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും
എന്താണ് ചെയ്യണമെന്ന്, എന്താണ് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് വരണം എന്നുള്ള ഒരു പിടുത്തവും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് ജനങ്ങൾ, ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഗുരുവായൂരിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ദുരിതം തന്നെയാണ് ഈ വൺ വേ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വൺ വേ സംവിധാനത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് വിചാരിക്കുക, അപ്പോൾ ഏത് രീതിയിലാണ് ആൾക്ക് പോകാനായിട്ട്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു വിചിത്രമായിട്ടുള്ള വൺ വേ സംവിധാനമാണെന്നാണ്. ഓട്ടോറിക്ഷക്കാർക്ക് ഇവിടുത്തെ ടൂ വീലറിന് ഒരു പ്രത്യേക പദവി, മറ്റ് ആളുകൾക്കൊക്കെ, ഒരു സാധാരണക്കാരനെ ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് എത്തിപ്പെടാൻ തന്നെ, ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ തന്നെ വളരെ ദുരിതം അനുഭവിച്ചിട്ടാണ് അവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ അതിന് ഈ വൺ വേ സംവിധാനം ഏർപ്പെടുത്തുന്ന ഭരണാധികാരികൾ അത്തരം കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ട് വേണ്ടേ ഇത്തരം കാര്യങ്ങളും കൂടി ചെയ്യാൻ. അപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടാകണം അടിയന്തരമായിട്ടെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ 300 മീറ്ററോളം ഉള്ളോ ക്ഷേത്രനട ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. 300 മീറ്റർ ഉള്ളോ ആ ക്ഷേത്രനടയിലേക്ക് എത്താനായിട്ട്. ഇവിടെ വരുന്ന ഒരു ഭക്തൻ ഏത് തരത്തിലാണ് പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും? ഇതാർക്കും ഒരു പിടുത്തമില്ല എന്ത് ചെയ്യണമെന്ന്. കാരണം ഇവിടെ വരുന്ന VIP-കൾക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇതിൽ കടന്നു വരാം, അവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ സാധാരണക്കാരൻ കടന്നു വരുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. അതല്ല, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴാണ് ഇതിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കണം. അവർക്ക് കിഴക്കേ നടക്കെത്തണമെങ്കിൽ ഈ റൗണ്ട് മുഴുവൻ ചുറ്റിയിട്ട് വേണം വരണമെങ്കിൽ. അപ്പോൾ അതൊരു വിചിത്രമായിട്ടുള്ള സംവിധാനം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഈ ഓട്ടോറിക്ഷകളെ, ഈ കിഴക്കേ നടക്കിലെ ഓട്ടോറിക്ഷയുടെ അനധികൃതമായ സർവീസും അനധികൃതമായ പാർക്കിങ്ങും, ഇതൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാണ്ട് മറ്റൊന്നും ജനങ്ങൾക്ക് സമ്മാനിക്കുന്നില്ല. ഇതിനെതിരെ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്തതായിട്ട് അറിയാൻ കഴിയുമോ? പരാതി കൊടുക്കാത്തൊന്നുമില്ല. പരാതി കൊടുത്തിട്ട് അത് വേണ്ട വിധത്തിൽ അധികാരികൾ സ്വീകരിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പരാതികളൊക്കെ എല്ലാവരും എല്ലാ ദിവസവും പരാതി കൊടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. പക്ഷേ ആ അധികാരികൾ അതിൻ്റെ വേണ്ട വിധത്തിൽ നടപടി എടുക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ വൺ വേ കൂടെ ഈ മുച്ചക്ര വാഹനങ്ങൾ, അതായത് ഓട്ടോറിക്ഷയും അതേപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഈസി ആയിട്ട് അവർക്ക് വൺ വേ ഒന്നും ബാധകമല്ല. മറ്റ് വാഹനങ്ങൾക്ക് മാത്രം, അതായത് ഭക്തന്മാർ വരുന്ന വാഹനമോ മറ്റുള്ള വാഹനങ്ങളാണെങ്കിൽ അവിടെ തടയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനെന്ത് വൺ വേ സംവിധാനം എന്നാണ് പറയേണ്ടത്? ഇതാണ് അശാസ്ത്രീയമായിട്ടുള്ള വൺ വേ സംവിധാനം. ഇത് വൺ വേ ആകുമ്പോൾ എല്ലാവർക്കും വൺ വേ ആകണം. ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെ ചുറ്റി വരാൻ തയ്യാറാണ്. പക്ഷേ ഇതൊരു വിഭാഗം ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കുക, മറ്റൊരു വിഭാഗം ആളുകൾക്കൊക്കെ ഇത് വളരെ കർശനമായിട്ട് ഫൈൻ ചെയ്ത് കൊടുക്കുക, ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യങ്ങളല്ല. അതെന്തായാലും മാറ്റം വന്നേ പറ്റുള്ളൂ. വൺ വേ വരണേൽ ഗുരുവായൂർ പരിസരത്തുള്ള ആളുകൾക്കും അത്ര വലിയ വിഷമമുള്ള കാര്യങ്ങളൊന്നുമല്ല, നല്ല സംവിധാനം തന്നെയാണ്. പക്ഷേ അതെല്ലാവർക്കും ഏർപ്പെടുത്തണം അത്തരം സംവിധാനങ്ങൾ. അതാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് വന്ന മറ്റൊരു പരിഹാരം, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഇതിനെ പറ്റി പറയാനുണ്ടോ? എന്താണ് ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്ന ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ ഇത് നടപ്പിലാക്കിയ അതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ തന്നെ ഇതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സമര പരിപാടികളിലേക്ക് മുന്നിട്ടിറങ്ങുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടിയും അധികാരികളിൽ നിന്ന് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്ന് നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഗുരുവായൂരിലെ മറ്റ് വ്യാപാര സംഘടനകളുമായി സംയോജിതമായി, അത് കാലങ്ങളായി ഉള്ള ഒരു സിസ്റ്റമാണ്, എല്ലാ സംഘടനകളുമായി സംയോജിതമായി ഗുരുവായൂരിൻ്റെ വ്യാപാര സമൂഹത്തിന് പരമാവധി സൗകര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തജനങ്ങളെ സേവിക്കാനുള്ളൊരു അവസരമാണ്. അത് ഇവിടുത്തെ ചെറുകിട വ്യവസായമാണെച്ചാലും ഇല്ല, ചെറിയ കടയാണെച്ചാലും ഇല്ല, ഹോട്ടലുകളാണെച്ചാലും ലോഡ്ജാണെച്ചാലും ഏത് തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ വരുമ്പോൾ അവർക്ക് പരമാവധി സൗകര്യം, പരമാവധി നല്ല രീതിയിൽ കാഴ്ചവെക്കാനാണ് ഇവിടുത്തെ വ്യാപാര സമൂഹം ശ്രമിക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഉണർത്തിച്ചുകൊണ്ട് അധികാരികളോട് ഞങ്ങൾ നിവേദനത്തിലും ചർച്ചകളിലും പ്രായോഗികമായ കാര്യങ്ങൾ പറഞ്ഞത്, പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിനെ പറ്റിയിട്ട്. പാർക്കിംഗ് ഏരിയയിൽ ഇപ്പോൾ ഉള്ള മുനിസിപ്പാലിറ്റി പാർക്കിംഗ് ഏരിയ പ്രൈവറ്റ് പാർക്കുകൾക്ക് ആണ്. അതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തി അവിടെ ബസ് സ്റ്റാൻഡ് നിലവിൽ വരുന്ന പക്ഷം ഈ തിരക്ക് കുറേ ഒഴിവാക്കാൻ പറ്റും. അതുമാത്രമല്ല, പ്രത്യേകിച്ച് മണ്ഡല സീസണിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന പക്ഷം ഇവിടെ വലിയൊരു പ്രശ്നങ്ങളായിരിക്കും. അതിനു മുമ്പ് അധികാരികൾ ഞങ്ങൾക്ക് തന്നത് ആലോചിക്കുക, കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുള്ള അതിൽ പ്രതീക്ഷിച്ചിട്ടാണ് കൂടുതലായിട്ടുള്ളൊരു സമരമുറകൾക്ക് ഞങ്ങൾ ഇതുവരെ മുതിരാത്തത്. മറ്റു വ്യാപാര സംഘടനകളുമായി ആലോചിച്ച് അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൽ ഇതിന് പരമാവധി ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ
ഗുരുവായൂർ ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ പൂർണ്ണമായും സഹകരിക്കുന്നതായിരിക്കും, അതിനോട് പ്രയത്നിക്കുന്നതായിരിക്കും. ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ദേവസ്വം ഭരണാധികാരികളാണെങ്കിലും മറ്റേ ഓട്ടോറിക്ഷ അടക്കമുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾക്ക് യാതൊരു ലക്കും ലഗാനുമില്ലാതെ ദേവസ്വം റോഡുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതിനിടയിലൂടെയൊക്കെയാണ് ഭക്തജനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാൻ തയ്യാറാവുന്നത്. പക്ഷേ അതുപോലും ഇവിടെ നിരസിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലവിലുള്ളത്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായി കോൺഗ്രസ് പാർട്ടി പ്രതികരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് അതിൻ്റെ എല്ലാവിധത്തിലുള്ള സമര പരിപാടികളും ആസൂത്രണം ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൻ്റെ യാതൊരു സംശയമില്ല. അതിന് മുന്നിട്ടിറങ്ങാൻ ഞങ്ങളുടെ ബഹുജന സംഘടന എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രവർത്തകരും മണ്ഡലം കമ്മിറ്റിയൊക്കെ വളരെ ശക്തമായി രംഗത്തിറങ്ങുന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്, ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. ഔട്ടർ റിംഗ് റോഡിൽ പൊതുവെ ഗതാഗത തിരക്കാണ്. അവിടെ പാർക്കിംഗ് മാറ്റി, അതേപോലെ തന്നെ ബസ്സുകളുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടില്ല. പല സ്ഥലത്തും ബസ്സുകൾ നിർത്തിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ഒരു വിഭാഗം വാഹനങ്ങൾക്ക് മാത്രം നിയന്ത്രണം, മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഇല്ല. അതായത് മുച്ചക്ര വാഹനവും ഇരുചക്ര വാഹനങ്ങളും കൃത്യമായിട്ട് നിരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. അതിൻ്റെ ഇടയിലൂടെ വന്നെത്തുന്ന ഭക്തർക്ക് മാത്രമാണ് ഇത്തരം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഏത് തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്? നഗരസഭ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുന്നത് ഒരു അത്യാവശ്യമായ കാര്യം, ആവശ്യമായ കാര്യം തന്നെ. അത് ഇവർക്കൊരു ദീർഘവീക്ഷണമില്ല. അധികാരികൾക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ എങ്ങനെ പുനരധിവസിപ്പിക്കണം, ഇവരെ എങ്ങനെ റൂട്ടുകൾ തിരിക്കണം, ഇവരെവിടെ പാർക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ടാകേണ്ടിയിരുന്നു. ഇതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവിടെ പൊളിക്കാൻ കരാറ് കൊടുക്കുന്നു. ഈ റോഡുകളിൽ മാത്രം പാർക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. ടൂറിസ്റ്റ് ബസ് പാർക്ക് താൽക്കാലികമായി ഇവർ ബസ് പാർക്കായി ഉപയോഗിക്കുന്നു. എവിടെയാണ് ബസ്സുകൾ ഈ ഇത്ര 100 കണക്കിന് ബസ്സുകൾ 200 കണക്കിന് ബസ്സുകൾ വരുന്നത്? എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്? റോഡിൽ പാർക്ക് ചെയ്യുന്നു. ഔട്ടർ റിംഗ് റോഡ് മുഴുവൻ ബസ്സുകൾ പാർക്ക് ചെയ്യുകയാണ്. നടന്നു വരാൻ തന്നെ കഴിയുന്നില്ല. മാധ്യമപ്രവർത്തകർ തന്നെ പലപ്പോഴും അപകടത്തിൽപ്പെട്ട അവസ്ഥ സംജാതമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് യാതൊരു ഇതുമില്ല. റോഡുകളൊക്കെ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഔട്ടർ റിംഗ് റോഡ് മുഴുവൻ ബസ്സുകാരുടെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. അവർ കിട്ടിയിടത്തൊക്കെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നു. അപ്പോൾ പിന്നെ പോകാനുള്ള വഴി എവിടെ? ഉള്ള ബസ്സുകളൊക്കെ ദേവസ്വം റോഡുകളിലേക്ക് ഒമിറ്റ് ചെയ്ത് വരുന്നു. ആ ദേവസ്വം റോഡുകൾ മറ്റേ ഓട്ടോറിക്ഷയും അതും ഇതൊക്കെ ദേവസ്വം റോഡുകളിലൂടെ സഞ്ചാരം. ഇത് ഇവരുടെ ഒരു കെടുകാര്യസ്ഥതയാണ്. ഇവരുടെ ഭരണദുരന്തരുടെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഒരു സംശയമില്ലാത്ത കാര്യം. 2 വർഷമായിട്ട് 2-3 വർഷത്തോളം നമ്മൾ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് വളരെ ദുരിതം അനുഭവിച്ച ജനങ്ങളാണ് ഗുരുവായൂരിലുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇനിയൊരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷമെങ്കിലും പിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ജനങ്ങൾക്കുള്ളത്. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ നഗരസഭയും അതുപോലെ തന്നെ മറ്റു അധികാരികളൊക്കെ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന മറ്റൊരു ദുരിതം കൂടെ ഇനി ഈ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണോ ഇതിൽ നിന്ന് വ്യത്യസ്തം? ഇപ്പം ശബരിമല സീസണൊക്കെ കടന്നു വരികയാണ്. ശബരിമല സീസണിലൊക്കെ തീർത്ഥാടകരെ ഏറ്റവും കൂടുതൽ പ്രവഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴും എവിടെ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യാൻ എവിടെയാണ് സ്ഥലം? എന്താണ് ഇവരൊരു ദീർഘവീക്ഷണം? എവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ. ഇതേപോലെ റോഡിൽ പാർക്ക് ചെയ്യാൻ കഴിയുമോ? തെലുങ്ക് ദേശത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് അന്യദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളെ എവിടെ പാർക്ക് ചെയ്യും? അവരൊക്കെ പ്രവാഹം കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ യാതൊരു തരത്തിലും നിയന്ത്രണാതീതമായ സ്ഥിതിവിശേഷം ഇവിടെ സംജാതമാവും. ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വളരെ അങ്കലാപ്പും സംഭ്രമവും ഭീതിയൊക്കെ ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ. ജനങ്ങളുടെ ഈ പരാതികൾക്ക് അധികാരികൾ പരിഹാരം കണ്ടേ മതിയാകൂ. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുകയാണ്. ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് അദ്ദേഹത്തിന് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. പി ശശിക്കും എം ആർ അജിത് കുമാറിനുമെതിരെ എം വി ഗോവിന്ദന് പരാതി നൽകി PV